കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഇടയലേഖനം. ക്രൈസ്തവർക്ക് അർഹതപ്പെട്ട ന്യൂനപക്ഷ അവകാശം കിട്ടുന്നില്ല. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാത്തതിന് പിന്നിൽ സ്ഥാപിത താൽപര്യമെന്നും ചങ്ങനാശ്ശേരി അതിരൂപത പുറപ്പെടുവിച്ച ഇടയലേഖനത്തിൽ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. വിദ്യാഭ്യാസം, സാംസ്കാരികം, കാർഷികം, രാഷ്ട്രീയം, ആതുരസേവനം തുടങ്ങിയ മേഖലകളിൽ സമൂലമായ മുന്നേറ്റത്തിന് സജീവമായ നേതൃത്വം നൽകിയ ക്രൈസ്തവ സമൂഹത്തിന് അർഹതപ്പെട്ട ന്യൂനപക്ഷ അവകാശങ്ങൾ ലഭിക്കുന്നില്ലെന്ന് മാർ തോമസ് തറയിൽ തന്റെ ഇടയലേഖനത്തിൽ ആരോപിക്കുന്നു. ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ യഥാകാലം വിതരണം ചെയ്യാതിരിക്കുകയോ നിർത്തലാക്കുകയോ ചെയ്യപ്പെട്ടിരിക്കുന്നു. ഞായറാഴ്ചകളടക്കം ക്രൈസ്തവർ പരിപാവനമായി കരുതുന്ന ദിവസങ്ങളെ പലപ്പോഴും പ്രവൃത്തി ദിവസങ്ങളായി മാറ്റുന്നു. ദളിത് ക്രൈസ്തവ സംവരണം നടപ്പാക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ബോധപൂർവമായ അനാസ്ഥ കാണിക്കുന്നുവെന്നും വിമർശനമുണ്ട്. ഒരു ന്യൂനപക്ഷമായെങ്കിൽ തന്നെ തങ്ങളുടെ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തി ക്രിസ്ത്യാനികൾ നാടിന്റെ പുരോഗതിക്കായി ചെയ്യുന്ന സേവനങ്ങളെ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ അംഗീകരിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തുള്ളവർ എത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ട്. വിദ്യാഭ്യാസം, ആരോഗ്യരംഗം, ആതുര സേവനം എന്നിങ്ങനെ പൊതുസമൂഹത്തിനു കൂടി ഗുണകരമായ മേഖലകളിൽ സജീവവും കാര്യക്ഷമവുമായി ഇടപെടുന്ന ക്രിസ്തീയ സമൂഹത്തിന് അർഹമായ ന്യൂനപക്ഷ അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്നത് കടുത്ത അവകാശ ലംഘനമാണ്. ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി കമ്മീഷൻ സർക്കാർ റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും ഉള്ളടക്കം പരസ്യമാക്കിയിട്ടില്ല. ഈ റിപ്പോർട്ട് പുറത്തു വരാത്തതിന് പിന്നിൽ സ്ഥാപിത താൽപര്യങ്ങൾ ആരോപിക്കപ്പെട്ടാൽ അത് ആർക്ക് നിഷേധിക്കാനാകുമെന്ന ചോദ്യവും ഇടയലേഖനം ഉന്നയിക്കുന്നുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബജറ്റുകളുടെ തൊട്ടു പിന്നാലെയാണ് ഇടയലേഖനം പുറത്തിറങ്ങിയിരിക്കുന്നതെന്നും ശ്രദ്ധേയമാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ മാസം 15-ന് കർഷക രക്ഷാ നസ്രാണി മുന്നേറ്റ ലോങ് മാർച്ചും അവകാശ പ്രഖ്യാപന സമ്മേളനവും സംഘടിപ്പിച്ചിട്ടുണ്ട്.